മക്കളെ ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്: ഉത്തര മഹാസമതലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോടാ. ഉത്തര മഹാസമതലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ അന്നും ആലോചിക്കത്തില്ലേ? ആൻസർ ഒന്ന് പിടിച്ചോ. കുറച്ച് കൺഫ്യൂസിങ് പോയിന്റുകൾ ഒന്ന് പിടിച്ചോ. ഒന്ന്, ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി യമുനയാണ്. ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ആരാ? യമുന. എന്നാൽ ഏറ്റവും അധികം ജലം വഹിക്കുന്ന ഗംഗയുടെ പോഷക നദി അത് ഖാഖ്രയാണ്. ഓക്കെ, ഖാഖ്ര, മാനസ സരോവർ ലേക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഖാഖ്ര. ഇനി തെക്ക് നിന്നുള്ള അല്ലെങ്കിൽ സൗത്തിൽ നിന്നുള്ള ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദി സോണാണ്. സൗത്തിൽ നിന്നുള്ള ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദി ആരാ? അത് സോണാണ്. എന്നാൽ ഉത്തര മഹാസമതലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി അത് ഗോമതിയാണ്. ഓക്കെ, ഗോമതി, വസിഷ്ഠ മഹർഷിയുടെ മകൾ എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ഗോമതി. അപ്പൊ തെറ്റണ്ട, ഇത്രയും പോയിന്റ്സ് ഒന്ന് പഠിച്ചോ. അപ്പൊ ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകൾക്കായിട്ട് സൂപ്പർ നോട്ട്സിനെ ഫോളോ ചെയ്തോടാം. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് മാത്രം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.